അമേരിക്കൻ ഭീഷണിയും സമാധാന ചർച്ചകളും ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ആണവായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് ഇറാൻ. രാജ്യം ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റഫായേൽ ഗ്രോസി അറിയിച്ചു. ആണവായുധം നിർമ്മിക്കുന്നത് ഒരു ജിക്സോ പസിൽ പോലെയാണ്. ഇറാന്റെ പക്കൽ നിർമ്മാണത്തിനുള്ള എല്ലാ സാമഗ്രികളുമുണ്ട്. ഇനി അവയെ ഒന്നിപ്പിക്കുക മാത്രമേ ബാക്കിയുള്ളൂ. അണുബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്ന് അധികം അകലെയല്ല അവരെന്നും അതെപ്പോൾ വേണമെങ്കിലും നടന്നേക്കാമെന്നുമാണ് ഗ്രോസി പറയുന്നത്. ആണവായുധം കൂടി കൈവരുന്നതോടെ ഇറാൻ ലോകത്തിലെ വൻ ശക്തിയായി മാറും. അത് തടയാനുള്ള ശ്രമങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നു വരുന്നത്. ഫ്രഞ്ച് മാധ്യമമായ ലേ മൊണ്ടേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുടെ നെഞ്ചിടിക്കുന്ന വെളിപ്പെടുത്തൽ റഫായേൽ ഗ്രോസി നടത്തിയത്. ആണവായുധം നിർമ്മിക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇറാന്റെ പക്കലുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നും റഫായേൽ ഗ്രോസി അഭിപ്രായപ്പെടുന്നു. ആണവായുധം സ്വായത്തമാക്കുന്നതിൽ നിന്ന് ഇറാൻ ഒട്ടും അകലെയല്ലെന്നും ഗ്രോസി മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഭാഗമായി ഇറാനിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഗ്രോസി ഫ്രഞ്ച് മാധ്യമത്തിന് അഭിമുഖം നൽകിയത്. ഇറാന്റെ ആണവ പദ്ധതിയിലെ പുരോഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രോസി ഇറാനിലേക്ക് യാത്ര തിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള സ്വതന്ത്ര സംഘടനയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ IAEA. ഇറാന്റെ ആണവ പദ്ധതികൾ നിരീക്ഷിക്കുന്നതിന് IAEA എന്ന ഈ ഏജൻസിയാണ്. 2015 UN-ലെ 5 രക്ഷാസമിതി സ്ഥിരാംഗങ്ങളുമായി ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരമാണ് ഈ നിരീക്ഷണം നടക്കുന്നത്. ബരാക് ഒബാമ US പ്രസിഡന്റായിരുന്ന സമയത്താണ് സുപ്രധാനമായ ഉടമ്പടി യാഥാർത്ഥ്യമായത്. എന്നാൽ പിന്നാലെ അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് 2015 ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു. രണ്ടാമതും അധികാരത്തിൽ വന്നതിന് പിന്നാലെ പുതിയ കരാറിനായാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ നിർബന്ധിക്കുന്നത്. യുദ്ധത്തെ നേരിടേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള ഭീഷണി മുഴക്കിയിട്ടും ഇറാൻ കരാറിന് വഴങ്ങിയിരുന്നില്ല. യുദ്ധത്തിന് തങ്ങളും സജ്ജരാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഇറാൻ പറയുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒമാനിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടം റോമിൽ വെച്ച് ഈ വാരാന്ത്യം നടക്കും. ഇത് വിജയിക്കൽ ഇപ്പോൾ അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇറാൻ ആണവായുധം സ്വന്തമാക്കുമെന്ന അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ. ഇല്ലെങ്കിൽ കൂടുതൽ ശക്തിയാർജിച്ച ഇറാനെ നേരിടൽ അമേരിക്കക്ക് ഒട്ടും എളുപ്പമാകില്ല. ഇതിനിടെ ആണവ ഇന്ധനമായ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി അറിയിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്നതിനായി അമേരിക്കയുമായുള്ള രണ്ടാം വട്ട ചർച്ച ശനിയാഴ്ച നടക്കാനിരിക്കെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചർച്ചയിൽ ഇറാനെ നയിക്കുന്നത് അരാഗ്ജിയാണ്. കരാറുണ്ടാക്കണമെങ്കിൽ ഇറാൻ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ സംഘത്തെ നയിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും ഇക്കാര്യത്തിൽ ചർച്ചയില്ലെന്നും അരാഗ്ചി മറുപടി നൽകി. സമ്പുഷ്ടീകരണ വിഷയത്തിൽ അമേരിക്കയ്ക്കുള്ള ആശങ്കകളിൽ ചർച്ചയാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം റഷ്യ പോലുള്ള മൂന്നാമതൊരു രാജ്യത്തിന് കൈമാറാൻ അമേരിക്ക നിർദ്ദേശിച്ചേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇത് അംഗീകരിച്ചിട്ടില്ലെന്നും പറയുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ റഷ്യ തയ്യാറായിട്ടുമില്ല. എന്നാൽ അബ്ബാസ് അരഗ്ചി ഉടൻ മോസ്കോയിലെത്തി പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സന്ദേശവുമായിട്ടാണ് അരഗ്ചി റഷ്യയിൽ എത്തുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.